തൃശൂർ ഒല്ലൂരിലും വയനാട്ടിലും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പരിശോധന. ഒല്ലൂരിൽ കാർ വർക്ക്ഷോപ്പിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്ന സംഘത്തെ പിടികൂടി. 5 പേരാണ് അറസ്റ്റിലായത്. പോലീസിന്റെ പരിശോധനയിൽ MDMA-യും പണവും ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. വയനാട് സുൽത്താൻ ബത്തേരിയിൽ നടത്തിയ വ്യാപകമായ പരിശോധനയിൽ ഹാൻസും കൂൾ ലിപ്സും തുടങ്ങിയ വൻ നിരോധിത പാൻ മസാലകളും പിടികൂടി. വിവരങ്ങളുമായി ജയരാജ് ബത്തേരി ചേരുന്നു. ജയരാജ്, സംസ്ഥാന വ്യാപകമായി പോലീസ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി റെയ്ഡുകൾ ഊർജിതമാക്കുന്നുണ്ട്. ഇന്നലെ 100-ലധികം, ഏകദേശം സംസ്ഥാന വ്യാപകമായി 300-ലധികം കേസുകളാണ് ഇന്നലെ രജിസ്റ്റർ ചെയ്തത്. ഇന്നും പരിശോധനകൾ തുടരുന്നു. അതിൽ തൃശ്ശൂരും വയനാട്ടിലുമാണ് കൂടുതൽ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. വയനാട്ടിൽ എന്തൊക്കെ ഇടപാടുകളാണ് പിടിച്ചെടുത്തത്? എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? എത്ര ആളുകളെ ഈ കേസ് ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? ജയരാജ്. ടോം, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ അല്ലെങ്കിൽ ലഹരി നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള തെരച്ചിലുകളാണ് പലയിടങ്ങളിലും നടക്കുന്നത്. നമുക്കറിയാം, തൃശ്ശൂർ നടന്ന ഒരു സംഭവം തന്നെ. കാരണം വർക്ക്ഷോപ്പിന്റെ മറവിലാണ് അവിടെ ഒരു ലഹരി മാഫിയ ഉണ്ടായിരുന്നത്. അത് തന്നെ MDMA അടക്കമുള്ള നിരവധി ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ അവിടെ പിടിച്ചെടുത്തു. അതുപോലെ തന്നെ വയനാട്ടിലും വിവിധ സ്ഥലങ്ങളിലായി നിരവധി ആളുകൾ, അല്ലെങ്കിൽ ഈ പോലീസ് ഈ ഒരു 3-4 ദിവസങ്ങളായി തന്നെ ഓരോ സ്റ്റേഷനിലും 2-3 സ്ക്വാഡായി തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ പറയുകയാണെങ്കിൽ തന്നെ പലയിടങ്ങളിലും ഈ പാൻ മസാലകൾ, അതുപോലെ തന്നെ കൂൾ ലിപ്സ് തുടങ്ങിയ ഈ ലഹരി പദാർത്ഥങ്ങൾ പോലീസ് പിടിച്ചെടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ അടച്ചിട്ട ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഫാമിലി ക്വാർട്ടേഴ്സിൽ നിന്ന് ഇത്തരത്തിലുള്ള പാൻ മസാല പിടിച്ചെടുക്കുന്ന ഒരവസ്ഥയും ഉണ്ടായി. അതുപോലെ തന്നെ ഒരു ലേഡിയുടെ പേരിലുള്ള ഒരു സ്കൂട്ടറിൽ നിന്നും കഴിഞ്ഞ ദിവസം പാൻ മസാല സുൽത്താൻ ബത്തേരി പോലീസ് പിടിച്ചെടുത്തു. എന്തായാലും വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകളെ തിരഞ്ഞുള്ള ഒരു പോക്ക് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നമുക്ക് കാണുന്നത്. കേട്ടോ, കച്ചവടങ്ങളുടെ മറവിലൊക്കെ ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ വയനാട്ടിൽ ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ടത് ഈ ഹോം സ്റ്റേകളുടെയും അതോടൊപ്പം റിസോർട്ടുകളുടെയൊക്കെ മറവിലുള്ള ലഹരി ഇടപാടുകളാണ്. അത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പരിശോധന ശക്തമാക്കിയിരുന്നു. പക്ഷേ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വ്യാപകമായിട്ടുള്ള തിരച്ചിലുകൾ നടക്കുന്നുണ്ടല്ലോ. അത് ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ്? ഈ റിസോർട്ടുകളൊക്കെ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ടോ? തീർച്ചയായും വയനാടിനെ സംബന്ധിച്ച് ഹോം സ്റ്റേകളും അതുപോലെ തന്നെ റിസോർട്ടുകളും നിരവധിയുണ്ട്. ഇതിനു മുൻപേയും ഇതുപോലെ തന്നെ ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ വരുന്നതിന്റെ മുൻപും ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളൊക്കെ അവിടെ നിന്നും പിടിച്ച ഒരു ചരിത്രവും നമുക്കറിയാം. എന്തായാലും ഇതുപോലുള്ള റിസോർട്ടുകളും അതുപോലെ തന്നെ ഹോം സ്റ്റേകളും കേന്ദ്രീകരിച്ചും ഈ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. കൂടുതൽ അറസ്റ്റുകൾ നടന്നിട്ടില്ല. അധികവും ഈ അല്ലെങ്കിൽ ഉൽപ്പന്നം പിടിച്ചെടുത്ത് അല്ലെങ്കിൽ പ്രതികൾക്കായുള്ള തെരച്ചിലാണ് നടത്തുന്നത്. അതുപോലെ തന്നെ ഇത് രഹസ്യമായി എന്ന് പറയാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ പൊതു ടൗണിൽ ഇവിടെ ഒരു കക്കോടൻ പമ്പ് എന്ന് പറയുന്ന ഒരു പമ്പിന്റെ മുന്നിൽ ഒരു ഫാൻസി കടയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഈ ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ സ്കൂൾ ഭാഗങ്ങളായിട്ടും ഒക്കെ 2-3 സ്ക്വാഡായി തിരിഞ്ഞുകൊണ്ടാണ് പോലീസിന്റെ ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. കേട്ടോ, വ്യക്തമാണ്. ജയരാജ് ബത്തേരിയാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിലും തൃശ്ശൂരും ഉൾപ്പെടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി വസ്തുക്കൾ എടുത്തിട്ടുണ്ട്. നിരവധി യുവാക്കളും സ്ത്രീകളും അടങ്ങുന്ന സംഘങ്ങളെ പിടികൂടിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും റെയ്ഡുകൾ കൂടുതൽ ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാട്ടിൽ റിസോർട്ടുകളുടെയും ഹോം സ്റ്റേകളുടെയും മറവിൽ നടക്കുന്ന ലഹരി ഇടപാടുകൾ ലക്ഷ്യമിട്ടും പോലീസിന്റെ റെയ്ഡുകൾ തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.